ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നൈറ്റ് വിജിൽ, ദൈവാനുഗ്രഹത്തിൻ്റെ രാത്രി, നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്ന രാത്രി, നമ്മുടെ പ്രാർത്ഥനകൾക്കായി കർത്താവ് കാത്തിരിക്കുന്ന രാത്രി. അപ്പം പ്രാർത്ഥന കർത്താവ് കേൾക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? പ്രാർത്ഥിക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ രാത്രി ഈശോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങളാണിത്. എന്നെയും എൻ്റെ കുടുംബത്തെയും, എന്നെയും എൻ്റെ ദേശത്തെയും, എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു രാത്രി. ഈശോ നോക്കുന്നു, നീ വിളിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിനക്കിത് ആവശ്യമുണ്ടോ? 38 വർഷം കിടന്ന തളർവാദി രോഗിയോട് ഈശോ ചോദിച്ചു, നിനക്കിത് ആവശ്യമുണ്ടോ? സൗഖ്യം ആവശ്യമുണ്ടോ? നമുക്ക് ഈ രാത്രിയിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒത്തിരി എളിമയോടെ, ഒത്തിരി വേദനയോടെ, കണ്ണുനീരോടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിയോഗങ്ങളൊക്കെ ഒന്ന് സമർപ്പിക്കാം. നമ്മളെല്ലാം നമ്മുടെ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ ഈ വീടുകൾ, ഈ വീട്ടിലേക്ക് ഇന്ന് ഈശോ കടന്നു വന്ന് നിങ്ങളെ സുഖപ്പെടുത്തണം. നിൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം കർത്താവ് ഈ രാത്രിയിൽ അനുഗ്രഹിക്കണം. നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കടഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇവിടെയും പരിഹാരമുണ്ടാക്കാൻ നിനക്കായി ഒരു അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി തുറന്നു തരാൻ കർത്താവിന് പറ്റും. ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി തുറക്കാൻ കർത്താവിന് പറ്റും. ഇതിന് മുമ്പുള്ള എല്ലാ വഴികളും അടഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ വഴി അടഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വഴി അടഞ്ഞിട്ടില്ല. സഹായിക്കാൻ ആരുമില്ലായിരിക്കാം, ഒത്തിരി തുറന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വഴി അടഞ്ഞിട്ടില്ല. ദൈവം കരം പിൻവലിച്ചിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അത്തരമാണത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വേദനകളും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ വിഷമങ്ങളും കടഭാരങ്ങളും എല്ലാം സമർപ്പിക്കാം. വീടില്ലാത്തവരുണ്ട്, വർഷങ്ങളായി വാടക വീടുകളിൽ മാറി മാറി താമസിക്കുന്നവരുണ്ട്, മക്കളുടെ വിവാഹം നടക്കാത്തവരും, മക്കൾക്ക് ജോലി ലഭിക്കാത്തതുപോലെ വേദനിക്കുന്നവരും, മക്കളുടെ വഴിതെറ്റ ജീവിതം കണ്ട്, തെറ്റായ ബന്ധങ്ങൾ കണ്ട്, തഴക്കദോഷങ്ങൾ കണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. ജീവിത പങ്കാളിയുടെ തഴക്കദോഷം പോലെ വേദനിക്കുന്നവർ, ജീവിത പങ്കാളിക്ക് വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം കുടുംബത്തിൽ, ഭവനത്തിൽ രോഗിയായി കിടക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നീ ഇരിക്കുന്ന നിൻ്റെ മുറിയിലോ അല്ലെങ്കിൽ അടുത്ത മുറിയിലോ ഒക്കെ രോഗിയായി കിടക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. അവരെയൊക്കെ നമുക്ക് ഒന്ന് ഈശോയെ കാണിച്ചു കൊടുക്കാം. ഈശോയോട് പറയാം, കർത്താവേ, ഈശോ ഓർമ്മിപ്പിക്കാം നമുക്ക്, എൻ്റെ കർത്താവേ, എൻ്റെ ഈ വ്യക്തി, ഈ സഹോദരൻ സഹോദരി, എൻ്റെ ജീവിത പങ്കാളി, മാതാപിതാക്കൾ എത്രയോ കാലമായി വേദനിക്കുന്നു. ഏത് രോഗമായിക്കൊള്ളട്ടെ, കർത്താവിനെല്ലാം ക്യാൻസറും പനിയും എല്ലാം ഈശോയ്ക്ക് സുഖപ്പെടുത്തുന്ന ഒരേപോലെ ഗുണക്കാണ്. നമ്മളുള്ള രോഗപീഠകളെയും രോഗികളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ മേഖലയിലേക്കും നമുക്ക് ഈശോ ക്ഷണിക്കാം. കർത്താവേ, എൻ്റെ മക്കളെ സുഖപ്പെടുത്താൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ സുഖപ്പെടുത്താൻ, എൻ്റെ ഈ ആവശ്യം കാണാൻ നീ കടന്നു വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. വലിയ വിശ്വാസത്തിൽ നമ്മളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശ്വസിക്കണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്. അവിടുന്ന് പറഞ്ഞു, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കണം. അവിടുന്ന് നിനക്ക് വേണ്ടി കരങ്ങൾ നീട്ടണം. ഒരു അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി നിനക്കായി ഈ രാത്രി കർത്താവ് തുറന്നു തരണം. ഓ ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങേ ക്ഷണിക്കുന്നു. ഈശോ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാനും, എന്നെ അനുഗ്രഹിക്കാനും, എൻ്റെ കുടുംബത്തെ ആശീർവദിക്കാനും, എൻ്റെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറാനും, എൻ്റെ കുടുംബത്തിൽ
വലിയ സമാധാനം ഉണ്ടാകാനും സന്തോഷമുള്ള കുടുംബമായി മാറാൻ വേണ്ടി കർത്താവെ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു. ഓ കർത്താവെ, എൻ്റെ ഭവനത്തിൽ വരണമേ കർത്താവെ. രോഗികളെ സുഖപ്പെടുത്താനും വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരാനും മാനസികമായ വേദനയിലൂടെ കടന്നു പോകുന്നവർ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ, ഒമിക്രോണിലൂടെ കടന്നു പോകുന്നവർ, പകർച്ചവ്യാധികളിലൂടെ കടന്നു പോകുന്നവർ, നിരാശയിലൂടെ കടന്നു പോകുന്നവർ എല്ലാം ഉണ്ട് കർത്താവെ. അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, കടബാധിതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള വേദനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കാര്യങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്താണ് ആവശ്യം, എന്താണ് നിയോഗങ്ങൾ, എവിടെയാണ് അനുഗ്രഹം ആവശ്യമുള്ളത്, അത് ഈശോയോട് പറയണം. അത് ഈശോ കേൾക്കണം. അതിനുമേൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഉയരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ തലമുറ യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വേദനിക്കുന്നവർ, ഹൃദയം തകർന്നവർ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിവാഹത്തിന് തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മക്കൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളുടെ പഠന മേഖല യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാ മുട്ടുകളും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് യേശുവിന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ ഭവനങ്ങൾ ഇപ്പോൾ മുദ്ര കുത്തി സംരക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോ, 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 ഈശോ. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യുവജനങ്ങൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൊച്ചുകുട്ടികൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭിണികൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യുവദമ്പതികൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രായമുള്ള മാതാപിതാക്കൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം. എന്നെ മാറ്റണമേ, എന്നെ സൗഖ്യമാക്കണേ, എന്നെ ഏറ്റെടുക്കണേ യേശുവേ. എന്നെ മാറ്റണമേ, എന്നെ സൗഖ്യമാക്കണേ, എന്നെ ഏറ്റെടുക്കണേ യേശുവേ. യേശുവേ, 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 യേശുവേ. നമ്മുടെ ഭവനത്തിലേക്ക്, കൊച്ചു ഭവനത്തിലേക്ക് കടന്നു വന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ വലിയ കുടുംബമായ തിരുസഭയെ നമുക്ക് ചേർത്ത് വയ്ക്കാം.
തിരുസഭയ്ക്ക് വേണ്ടി വലിയ സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഭ ഇന്ന് കടന്നു പോകുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തിനു മുമ്പിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ഹല്ലേലൂയ. തിരുസഭയെ നമുക്കൊന്ന് സ്നേഹിക്കാം. ഈശോ. അതെ, അവൾ നമ്മുടെ മാതാവാണ്. സഭയിലാണ് നാം ആയിരിക്കുന്നത്. സഭയാണ് നമ്മെ വളർത്തുന്നത്. നമുക്ക് സ്നേഹത്തോടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവിനെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, എല്ലാ പിതാക്കന്മാരെയും, എല്ലാ വൈദികരെയും, സന്യസ്തരെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ആത്മായ ശുശ്രൂഷകരെയും എല്ലാം നമുക്ക് വലിയ സ്നേഹത്തോടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ ആശീർവാദത്തിനായി അവിടുത്തെ തിരുസന്നിധിയിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കരങ്ങള് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ ശരീരമായ, അവിടുത്തെ മൗതിക ശരീരമായ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ സഭയിലേക്ക് ഒരു പുതിയ അഭിഷേകം അവിടുന്ന് ചൊരിയണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വൈദികരെ അവിടുന്ന് പുതുതായ രീതിയിൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സന്യസ്തരെ അവിടുന്ന് വീണ്ടും ഉണർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി, വചനപ്രഘോഷകർക്ക് വേണ്ടി, അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടി, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കർത്താവേ, കൃപയുടെ അഭിഷേകത്തിലേക്ക് നീ നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകം കർത്താവേ സഭയിൽ വീണ്ടും ആളിക്കത്തട്ടെ. ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി തിരുസഭയെ സമർപ്പിച്ച് സഭയെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ മിഷണറിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. സഭ ഇന്ന് പീഡനത്തിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് പുത്തൻ അഭിഷേകം സഭയിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ ശക്തി, അത്ഭുത ശക്തി സഭയിലേക്ക് ഒഴുകട്ടെ, സഭയിലേക്ക് ഒഴുകട്ടെ. ഒരു പുതു പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭയെ ഉണർത്തണമേ കർത്താവേ, സഭയെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം ദൈവവിളികൾ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷകർ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നാം ജീവിക്കുന്ന നമ്മുടെ നാടിനെ, നാം ആയിരിക്കുന്ന നമ്മുടെ ദേശങ്ങളെ, നാം ആയിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ, നാം ആയിരിക്കുന്ന നമ്മുടെ നാടിനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ നയിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ദേശത്തിന്ന് നടമാടുന്ന എല്ലാ തരത്തിലുള്ള പ്രതികൂലങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ
അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്ത് ഒന്നും സംഭവിക്കുന്നത് എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട്. അവിടുത്തെ സന്നിധി എല്ലാത്തിനും ഉത്തരവും പരിഹാരവുമുണ്ട്. വീണ്ടും നമുക്ക് നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നാം അധിവസിക്കുന്ന നമ്മുടെ നാടിനു വേണ്ടി, നാം ജീവിക്കുന്ന നമ്മുടെ ദേശത്തിനു വേണ്ടി, നാം ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ നാളുകളിൽ പകർച്ചവ്യാധികളിലൂടെ, മഹാമാരികളിലൂടെയൊക്കെ കർത്താവെ നിന്റെ ജനം കടന്നു പോകുന്നുണ്ട്. വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കർത്താവെ, വല്ലാതെ അലയുന്നുണ്ട് ദൈവമേ. ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ദേശത്തോട് അവിടുന്ന് കരുണ കാണിക്കണമേ. കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഇതാ വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തേക്ക് അവിടുന്ന് രാജാതി രാജാവായിട്ട് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ദേശത്തിന്റെ അധികാരം കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ ഐശ്വര്യപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ മഹാമാരികളിൽ നിന്നും കർത്താവേ ഞങ്ങൾക്ക് വിമോചനം നൽകണമേ. ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. രാജാവേ നീ വരണേ. രാജാതി രാജാവേ നിൻ രാജ്യം വരണേ. കരങ്ങൾ ഉയർത്തി. രാജാതി രാജാവേ നീ വരണേ. രാജാതി രാജാവേ നിൻ രാജ്യം വരണേ. രാജാതി രാജാവേ നീ വരണേ. രാജാതി രാജാവേ നിൻ രാജ്യം വരണേ. രാജാതി രാജാവേ നീ വരണേ. രാജാതി രാജാവേ നിൻ രാജ്യം വരണേ. കണ്ണുകളടച്ച് സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമ്മളിപ്പോൾ നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ഷാലോം TV-യിലൂടെയാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിന് സുവിശേഷം കൊടുക്കാൻ കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിച്ചുയർത്തിയ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷയായ ഷാലോമിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഷാലോമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം പ്രഘോഷിക്കാൻ യേശു സത്യദൈവമാണെന്ന്, യേശുവാണ് ഏക രക്ഷകൻ എന്നത് സത്യം ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കാനുള്ള വലിയ അഭിഷേകവും ശക്തിയും ഷാലോമിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകത്തിൻ്റെ അതിരുകളോളം ഷാലോം മിനിസ്ട്രി അവിടെ നിന്ന് വളർത്തണമെന്ന് പ്രാർത്ഥിക്കാം. ദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും ജനകോടികൾക്ക് അനുഗ്രഹമായി മാറത്തക്ക രീതിയിൽ, കർത്താവെ അവിടുത്തെ അഭിമാനമായി മാറത്തക്ക രീതിയിൽ, സ്വർഗത്തിൻ്റെ അഭിമാനമായി മാറത്തക്ക രീതിയിൽ കർത്താവെ ഷാലോം ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴുള്ള എല്ലാ ശുശ്രൂഷകളെയും, ഷാലോമിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും, ഷാലോം TV-യെയും കർത്താവ് എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷാലോമിനെ സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും, ഷാലോമിൻ്റെ എല്ലാ ഏജന്റുമാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷാലോമിൻ്റെ നേതൃത്വത്തെ അവിടുത്തെ പരിശുദ്ധ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, ഷാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗം തുറന്ന് ഈ ശുശ്രൂഷയെ അവിടുന്ന് തിരഞ്ഞെടുത്ത അങ്ങയുടെ ശുശ്രൂഷയെ കർത്താവെ വീണ്ടും അവിടുന്ന് അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ, എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളാൻ കർത്താവെ, അങ്ങയെ പ്രഘോഷിക്കാൻ ആവശ്യമായ പുതിയ ശക്തിയും പുതിയ അഭിഷേകവും
പുതിയ മിനിസ്ട്രികളും കർത്താവേ ഷാലോമിനെ അവിടുന്ന് കൂട്ടിച്ചേർത്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലതുകര ഉയർത്തി നമുക്ക് ഷാലോമിനെ യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഷാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ചൈതന്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പുതിയൊരു അഭിഷേകം നൽകണമേ കർത്താവേ, പുതിയൊരു അഭിഷേകം പകരണമേ കർത്താവേ, പുതിയ മിനിസ്ട്രികൾ തുറന്നു തരണമേ കർത്താവേ, അങ്ങയെ പ്രഘോഷിക്കാൻ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ, യേശുവേ തിരുസഭയെ പടുത്തുയർത്താൻ ശാലോമിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങേ ഉയർത്താൻ, അങ്ങേ ഘോഷിക്കാൻ, അങ്ങേ നാമം പാടിടുവാൻ. അങ്ങേ ഉയർത്താൻ, അങ്ങേ ഘോഷിക്കാൻ, അങ്ങേ നാമം പാടിടുവാൻ. അങ്ങേ ഉയർത്താൻ, അങ്ങേ ഘോഷിക്കാൻ, അങ്ങേ നാമം പാടിടുവാൻ. അഭിഷേകം പകരണമേ, 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 അഭിഷേകം പകരണമേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് മറ്റൊരു സാക്ഷ്യവും കൂടെ നമുക്ക് ഇങ്ങനെ വായിച്ച് കേൾക്കാം. ആരാധനയിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങൾ. എൻ്റെ പേര് ഷാലറ്റ് മാത്യു. ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള കോന്നി എന്ന സ്ഥലത്തു നിന്നാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ അനുജത്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഇതെഴുതുന്നത്. അവൾ കാനഡയ്ക്ക് പോകാനായി IELTS എക്സാം പാസ്സായി. 2021 ഒക്ടോബറിൽ ബയോമെട്രിക്സ് പൂർത്തിയാക്കി വിസ പ്രോസസ്സിങ്ങിന് നൽകി. 2021 ഡിസംബർ ആയിട്ടും വിസ വന്നില്ല. ഒപ്പം കൊടുത്ത മറ്റെല്ലാവർക്കും വിസ വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 2021 ഡിസംബർ 3-ാം തീയതി നടന്ന ജാഗരണ പ്രാർത്ഥനയിൽ, 3-ാം തീയതി നടന്ന നൈറ്റ് വിജിലിൽ ആരാധനയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവേ, നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും വിസ വന്നു എന്ന വാർത്ത എൻ്റെ കാതുകളിൽ എത്തണമേ എന്ന്. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ അനുജത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വിസ വന്നു എന്നുള്ള മെയിൽ അവൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന്. പ്രാർത്ഥിച്ച ആ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു ഇടപെടൽ നടത്തിയ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഹല്ലേലൂയ. കരങ്ങളടിച്ച് നന്ദി പറയാം. കരങ്ങളടിച്ച്. അതുപോലെ തന്നെ എൻ്റെ കസിൻ മെറിൻ ടാറ്റ കൺസൾട്ടിംഗ് സർവീസ് എന്ന കമ്പനിയിൽ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഇടപെട്ട് ഡിസംബർ മാസം തന്നെ അവളെയും ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി. ഷാലറ്റ് മാത്യു, കൊന്നി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാധനയുടെ സമയമാണ്. ആരാധനയുടെ ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നാളെ നേരം വെളുക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വഴികൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. അനുഗ്രഹത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കാം. കാരണം ആരാധനയിൽ എഴുന്നള്ളി വരുന്നത് സർവശക്തനാണ്, സർവാധിപത്യമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഒട്ടുമേ നിൽക്കാം. ഗാനം ആലപിച്ച് കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. പാടാം. ആ പൂജിതമാം
രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥാന നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ വീണാൽ വാഴണം ശിരസ്നമിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് ആരാധിക്കാം. സ്നേഹനാഥ ഒരു ബലിയാ ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. അവകാശിയും അതിനാഥനും നീ മാത്രമേശു മിശിഹായേ. ആരാധിക്കാം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവതാരം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥായ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആത്മനാഥാന ആരാധിക്കാം. നിന്നിൽ ചേരണം ഈശോ എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ ഉയർത്തി നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം. രാജാക്കന്മാരുടെ രാജാവ്, സർവാധിപത്യമുള്ള ദൈവം. എല്ലാ മുട്ടുകളും അവിടുത്തെ മുമ്പിൽ മടങ്ങും. സ്വർഗവും ഭൂമിയും പാതാളവും ഒരേപോലെ ആരാധിക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. സ്വരമുയർത്തി, സ്വരമുയർത്തി വിശ്വാസത്തോടെ ഈശോയെ വിളിക്കാം. നിന്റെ സ്വരം ഈശോ കേൾക്കട്ടെ. നിന്റെ ഭവനത്തിൽ സ്തുതി ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീണാൽ വാഴണം. കണ്ണുകൾ തുറന്ന്
ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തിൽ നാം ഇപ്രകാരം കാണുകയാണ്. യേശു ശിഷ്യന്മാരോടൊപ്പം വഞ്ചിയിൽ മറുകരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടാകുന്നു. അവർ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടാകുന്നു, ചെറിയൊരു പിരിമുറുക്കമുണ്ടാകുന്നു. കാരണം ഇങ്ങനെ പറയുകയാണ്, അവർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അപ്പമില്ലാത്തതിനെ കുറിച്ച് വിഷമിക്കുന്നത്? 5 അപ്പം കൊണ്ട് ഞാൻ എത്ര പേർക്ക് കൊടുത്തു? ബാക്കി എത്ര കുട്ടത്തിരെ ബാക്കി വന്നു? അവരൊരു 12 കുട്ട. വീണ്ടും ചോദിച്ചു, 7 അപ്പം കൊണ്ട് ഞാൻ എത്ര പേർക്ക് കൊടുത്തു? 4000 പേർക്ക്. എത്ര കുട്ട ബാക്കി വന്നു? 7 കുട്ട ബാക്കി വന്നു. ഈശോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അപ്പമില്ലാത്തതിനെ കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത്? ഈശോ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, വചനം ഇപ്രകാരം പറയുകയാണ്, അവർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവർ, അത് വലിയൊരു സത്യമാണ്. അപ്പമെടുക്കാൻ മറന്നുപോയി, പക്ഷേ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരപ്പം അത് മറ്റൊന്നുമല്ല, അത് മറ്റാരുമല്ല. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 51-ാം തിരുവചനം, ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. പ്രിയമുള്ളവരെ, അവരോടൊപ്പം ഉണ്ടായിരുന്ന ഏക അപ്പം മറ്റാരുമല്ല, അത് കർത്താവായ യേശുവായിരുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആ വഞ്ചിയിൽ അവരോടൊപ്പമുള്ള ഏക അപ്പം കർത്താവായ യേശു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നീ തിരിച്ചറിയുക, നിന്റെ കുടുംബത്തിലുള്ള, നിന്നെ അനുഗ്രഹിക്കാനുള്ള ഏക അപ്പം, ഒരപ്പം ഇപ്പോഴും നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നു, നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നു. നിന്റെ എല്ലാ ദാരിദ്ര്യത്തെയും ശമിപ്പിക്കാൻ കഴിവുള്ള, നിന്റെ എല്ലാ വേദനകളെയും സുഖപ്പെടുത്താൻ കഴിവുള്ള, നിന്റെ എല്ലാ രോഗത്തെയും സുഖപ്പെടുത്താൻ കഴിവുള്ള, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ സമ്പന്നനാക്കാൻ കഴിവുള്ള ഒരേ ഒരു അപ്പം കർത്താവായ യേശു ക്രിസ്തു. ഇതാ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ഭവനത്തിൽ നിന്നോടൊപ്പം അവൻ എഴുന്നള്ളിയിരിക്കുന്നു. ആ അപ്പത്തിൽ നമുക്ക് ഈ രാത്രിയിൽ ആശ്രയിക്കാം. പ്രിയമുള്ളവരെ, ദാരിദ്ര്യം മാറ്റാൻ ഒറ്റ അപ്പം മതി. സൗഖ്യം പ്രാപിക്കാൻ ഒരേ ഒരു അപ്പം മതി. കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഒരേ ഒരു അപ്പം മതി. അതാണ് കർത്താവായ യേശു. ആ അപ്പം അവൻ ഇന്ന് എന്നോടൊപ്പമുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് കർത്താവായ യേശു പറഞ്ഞു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നമുക്ക് ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. അവിടുന്നാണ് യഥാർത്ഥ അപ്പം. അവനാണ് യഥാർത്ഥ അപ്പം, ജീവൻ നൽകുന്ന അപ്പം, ആരോഗ്യം നൽകുന്ന അപ്പം, ആയുസ് നൽകുന്ന അപ്പം, ദാരിദ്ര്യം മാറ്റുന്ന അപ്പം, സൗഖ്യം നൽകുന്ന അപ്പം, തലമുറയെ പോലും അനുഗ്രഹിക്കുന്ന അപ്പം. 2 കരങ്ങളും നമുക്ക് ആ അപ്പത്തിന്റെ അടുത്തേക്ക്, ജീവന്റെ അപ്പമായ യേശുവിന്റെ അടുത്തേക്ക് നീട്ടിപ്പിടിക്കാം. എന്നിട്ട് പറയാ, കർത്താവേ, ആശ്രയിക്കാൻ എനിക്കുള്ള ഏക അപ്പം നീയാണ്. നിലവിളിച്ച് പ്രാർത്ഥിക്കാം, സ്വരമുയർത്തി വിളിക്കാം, ആ യേശുവിനെ വിളിക്കാം, ഒരുമിച്ച് വിളിക്കാം. എല്ലാം പറഞ്ഞ് യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന, നമ്മുടെ ഭവനത്തെ സന്ദർശിക്കുന്ന ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാം.
കരങ്ങളടിച്ച് ജീവന്റെ അപ്പമേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ. 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 ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ കുമ്പിടുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ കുമ്പിടുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. 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 സ്നേഹത്തിൻ മന്നയാമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. സ്നേഹത്തിൻ മന്നയാമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. സ്വർഗീയ മന്നയമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. സ്വർഗീയ മന്നയമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമനാമം. യേശുവിൻ മധുരിമനാമം. ജീവന്റെ അപ്പമേശുവേ ആരാധിക്കാം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ. ജീവന്റെ അപ്പമേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ. യെശയ്യാ 45:15 പറയുന്നു, ഇസ്രായേലിന്റെ നാഥനും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പത്തിനുള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന പിന്നെ കർത്താവിനെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യേ ആയിരിക്കുന്ന ആ അപ്പത്തെ നമുക്കൊന്ന് നോക്കാം. ദിവ്യകാരുണ്യത്തെ നോക്കാം. സൗഖ്യപ്പെടുത്തുന്ന നാഥൻ ദിവ്യകാരുണ്യത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ച പൊന്നുതമ്പുരാൻ ഇതാ നമ്മുടെ മധ്യേ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച പൊന്നുതമ്പുരാൻ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്നു. മരണത്തെ പോലും തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത പൊന്നുതമ്പുരാൻ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ പൊന്നുതമ്പുരാനെ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ആ പൊന്നുതമ്പുരാനെ നമുക്കൊന്ന് ക്ഷണിക്കാം. ആ കർത്താവിത നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. അവന്റെ സാന്നിധ്യം ഇതാ കടന്നു വരുന്നു. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവന്റെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇതാ നമ്മുടെ ഭവനത്തിലേക്ക് ദിവ്യപ്രകാശം അവൻ ചൊരിയുന്നു. സകല അന്ധകാരങ്ങളെ
നീക്കാനുള്ള ദിവ്യ പ്രകാശം ഇതാ നമ്മുടെ ഭവനത്തിലേക്ക് അവൻ ചൊരിയുന്നു. രോഗാവസ്ഥകളിലേക്ക് ചൊരിയുന്നു, കടബാധ്യതകളിലേക്ക് ചൊരിയുന്നു, ഒറ്റപ്പെടലിലേക്ക് ചൊരിയുന്നു. കർത്താവേ ഈശോയെ, അങ്ങനെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥയില്, പാപത്തിന്റെ കെട്ടുകളില്, തഴക്കദോഷങ്ങളില് നിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഏതൊക്കെ മേഖലയിലാണോ കർത്താവ് സൗഖ്യത്തിന്റെ ആവശ്യമുള്ളത്, അവിടെ നിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ, നിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ, നിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ. സകല കെട്ടുകളും അഴിയട്ടെ, സകല അന്ധകാരങ്ങളും നീങ്ങപ്പെടട്ടെ, സകല ഇരുട്ടുകളും നീക്കപ്പെടട്ടെ. നിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ചിന്തയിൽ നിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഇടവകകളിൽ നിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ രൂപതകളിൽ, ഞങ്ങളുടെ സഭകളിൽ കർത്താവേ നിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 31:3 ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ക്രിസ്തുവാകുന്ന ദിവ്യ പ്രകാശം വ്യാപരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ക്രിസ്തുവാകുന്ന ദിവ്യ പ്രകാശം വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ദേശത്തേക്ക് വ്യാപരിക്കട്ടെ. ലോകം മുഴുവൻ ക്രിസ്തുവാകുന്ന ദിവ്യ പ്രകാശം ദിവ്യ കാരുണ്യത്തിൽ നിന്ന് വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, സകല ഇരുട്ടുകളും നീക്കപ്പെടട്ടെ, സകല പ്രതിസന്ധികളും നീക്കപ്പെടട്ടെ, സകല സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. നീ വന്നിടണേ എൻ കുടുംബത്തിൻ നാഥനായി. നാഥാ നീ വന്നിടണേ എൻ കുടുംബത്തിൻ നാഥനായി. നാഥാ നീ വന്നിടണേ എൻ കുടുംബത്തിൻ നാഥനായി. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ നിന്റെ ഭക്ഷ്യവും പാനീയവും ആസ്വദിക്കപ്പെടും. നിന്റെ ദേശത്ത് നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. നിന്റെ നാട്ടിൽ വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി നിന്നെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിച്ചാൽ നിന്റെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. രോഗത്തെ നിഷ്കാസനം ചെയ്യും. നിന്റെ നാട്ടിൽ, നിന്റെ ഭവനത്തിൽ വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ. ശിമോൻ ഈശോയെ കയ്യിലെടുത്ത് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, സർവ്വജനത്തിനും വേണ്ടി സ്വർഗമൊരുക്കിയ രക്ഷ കർത്താവായ യേശുക്രിസ്തു. അവനെ ആരാധിച്ചാൽ നമ്മുടെ ഭവനങ്ങൾ ആശീർവദിക്കപ്പെടും. അവിടുത്തെ ആരാധിച്ചാൽ രോഗപീഠകൾ നിഷ്കാസനം ചെയ്യപ്പെടും. അവിടുത്തെ ആരാധിച്ചാൽ വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടാവുകയില്ല. അവിടുത്തെ ആരാധിച്ചാൽ ദീർഘായുസ് നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവേ, ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ മക്കളോട് ചേർന്ന് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന്, എൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് ഈശോയെ എൻ്റെ ഭവനത്തിൽ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. ഇവിടെ വെച്ച് ഞാൻ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ആരാധിക്കുന്ന എൻ്റെ കുടുംബത്തെ, ആരാധിക്കുന്നതിൻ്റെ ദേശത്തെ, ആരാധിക്കുന്നതിൻ്റെ സ്ഥലങ്ങളെ കർത്താവേ അവിടുന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവേ. കർത്താവേ, തിന്മയ്ക്ക് ആധിപത്യമില്ലാത്ത രീതിയിൽ അവിടുന്ന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. തിന്മയുടെ വഴികൾ അടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവ് പറഞ്ഞു, നീ എന്നെ ആരാധിക്കണം, അപ്പോൾ നിന്റെ പറമ്പിനെ, നിന്റെ കൃഷിയിടങ്ങളെ, ആദായ വരുമാന മാർഗങ്ങളെ, മക്കളെ എല്ലാം ദൈവം ആശീർവദിക്കും. കൃഷിയിടങ്ങളെ, വയലുകളെ കർത്താവ് ആശീർവദിക്കും, കർത്താവ് അനുഗ്രഹിക്കും. അത് നിനക്ക് അനുഗ്രഹമായി മാറും, അത് നിനക്ക് സമ്പത്തായി മാറും, അത് നിനക്ക് സഹായമായിട്ട് മാറും. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആരാധിക്കാം. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധിക്കാം. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധിക്കാം. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധിക്കാം. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. സ്തുതികളുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വസിക്കുന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ആരാധനകളും സ്തുതികളും ഇതാ ഞങ്ങളുടെ ഭവനത്തിൽ നിനക്ക് വേണ്ടി ഒരു സിംഹാസനം ഒരുക്കുന്നു. എൻ്റെ പൊന്നു കർത്താവേ, നീ രാജാവായി അതിൽ വന്നിരിക്കണത് ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ ഭവനം ഒരു രാജകൊട്ടാരമായി മാറുന്നു. അവിടെ രാജാവായി നീ ഇരിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവേ, നിന്റെ ആശീർവാദം ഇതാ ഞങ്ങളിതാ സ്വീകരിക്കുന്നു. നീ കരം നീട്ടി ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് കാണുന്നു. ഞങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞു മക്കളെയൊക്കെ ഇതാ നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇതാ ഞങ്ങളുടെ കുഞ്ഞു മക്കളെയൊക്കെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ കരം നീട്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. നീ രാജാവാണല്ലോ, നീ രാജാതിരാജനാണല്ലോ. ആ രാജ കരം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിച്ചാലും കർത്താവേ, ഞങ്ങളുടെ കൃഷിഭൂമിയെ ഇതാ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. ആ രാജസിംഹാസനത്തിലിരുന്ന് ഞങ്ങളുടെ കൃഷി നിലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇനി നിന്റെ അപ്പക്കുട്ടയിൽ മാവ് കുറയില്ല കർത്താവേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെയൊക്കെ ഇതാ നിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു. നിന്റെ മുമ്പിൽ അടിയറ വയ്ക്കുന്നു കർത്താവേ. നീ അനുഗ്രഹിക്കണമേ. ഒരു രാജാവിന്റെ അനുഗ്രഹം നീ ഞങ്ങളുടെ സമ്പത്തിന്റെ മേഖലകൾ നീ ചൊരിയണേ കർത്താവേ. ഞങ്ങളുടെ ബിസിനസ് മേഖലകളെ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. നിന്റെ രാജകീയ ഒരു അധികാരം ശുശ്രൂഷകളിലേക്ക് കർത്താവേ നീ പകരണമേ കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ മെത്രാമാരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അധികാരത്തിന്റെ വലിയൊരു കൃപ നീ അവരിലേക്ക് തുറക്കണമേ കർത്താവേ. സകല പൈശാചിക ശക്തികളെയും എതിർക്കാനുള്ള വലിയൊരു അധികാരം നീ സഭയ്ക്ക് നൽകണമേ കർത്താവേ. സഭ നേരിടുന്ന സകല പ്രശ്നങ്ങളിലേക്കും വഴി തുറക്കാനുള്ള വലിയ വിടുതലിനുള്ള വലിയൊരു അധികാരത്തിന്റെ വലിയൊരു ശക്തി സഭയിലേക്ക് ഒഴുകട്ടെ കർത്താവെ. അധികാരികളിലേക്ക് ഒഴുകട്ടെ, കുടുംബനാഥനിലേക്ക് ഒഴുകട്ടെ, ഓരോ വീട്ടമ്മമാരിലേക്ക് ഒഴുകട്ടെ, മക്കളിലേക്ക് ഒഴുകട്ടെ, ഓരോ ദൈവജനത്തിലേക്ക് ഒഴുകട്ടെ. സകല പ്രശ്നത്തെ ചവിട്ടി നടക്കാനുള്ള പാമ്പുകളുടെ തെളികളുടെ ശക്തിയുടെ മേതെ ചവിട്ടി നടക്കാനുള്ള അധികാരം രാജാവേ നീ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. മരണമില്ലാത്ത കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. രാജാതിരാജനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരം നീട്ടണമേ, നിൻ കരം നീട്ടണമേ, നിൻ കരം
ആശീർവദിക്കണമേ കർത്താവേ. കർത്താവെ, അനേക കാലമായി കർത്താവെ അങ്ങയുടെ മക്കൾ മഹാമാരിയുടെ കെടുതിയിൽ കഴിയുകയാണല്ലോ കർത്താവെ. അതുപോലുമുള്ള അസ്വസ്ഥതകളെയും രോഗങ്ങളെയും എല്ലാം കർത്താവെ അങ്ങ് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കാൻ ഒരപ്പം ഇപ്പോഴുമുണ്ടല്ലോ. ഞങ്ങളെ സുഖപ്പെടുത്താൻ, ഞങ്ങളെ സമ്പന്നരാക്കാൻ, ഞങ്ങളെ നയിക്കാൻ ഓ കർത്താവേ, അങ്ങാണല്ലോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. അങ്ങ് ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ കർത്താവേ. രോഗപീഠകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന് കർത്താവെ, ശത്രുവിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കാൻ അവിടുന്ന് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അവിടുത്തെ സർവ്വാധിപത്യം അവിടുന്ന് സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സർവ്വ ആധിപത്യങ്ങളും കർത്താവെ അങ്ങേക്കുള്ളതാണല്ലോ. സർവ്വ അധികാരങ്ങളും കർത്താവെ അങ്ങേക്കുള്ളതാണല്ലോ. അതിനാൽ അവിടുത്തെ ആധിപത്യം ഞങ്ങളുടെ ദേശങ്ങളുടെ മേൽ ഉയരാൻ, ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് തിന്മകൾ നിഷ്കാസനം ചെയ്യപ്പെടാനും, ഞങ്ങളുടെ ദേശങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകാൻ, ഞങ്ങളുടെ ദേശത്ത് സമൃദ്ധമായ കാലാവസ്ഥ ഉണ്ടാകാൻ, നല്ല വിളവുകൾ ഉണ്ടാകാൻ, ഞങ്ങളുടെ ദേശങ്ങൾ സമൃദ്ധമായി മാറാൻ, ഞങ്ങളുടെ ദേശത്ത് നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകാൻ ഓ കർത്താവേ, ഞങ്ങളുടെ ദേശങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നീ അയക്കണമേ, അടിമനുഖങ്ങളെ തകർക്കണമേ. ദേശത്ത് വിടുതൽ നീ അയക്കണമേ, അടിമനുഖങ്ങളെ തകർക്കണമേ. ദേശത്ത് വിടുതൽ നീ അയക്കണമേ, അടിമനുഖങ്ങളെ തകർക്കണമേ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മുടെ ഭവനങ്ങളെ ആശീർവദിക്കട്ടെ. കർത്താവ് നമ്മുടെ നാടിനെ ആശീർവദിക്കട്ടെ. കർത്താവ് നമ്മുടെ തിരുസഭയെ ആശീർവദിക്കട്ടെ. കർത്താവ് ഈ ലോകത്തെ എല്ലാം ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ ആധിപത്യം എല്ലാ മേഖലയും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വലിയ ആദരവോടെ ആശീർവാദത്തിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
ഉറച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി. ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. ഈശോയെ, ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്,